ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എല്ലാ തിരക്കുകളും കഴിഞ്ഞാണ് ആഷി റൂമിലേക്ക് എത്തുന്നത്. ക്ഷീണം നന്നേ ബാധിച്ചിരുന്നു അവനെ. അതിനേക്കാൾ കൂടുതൽ മനസ്സിന് ഭാരം. ശൂന്യമായി കിടക്കുന്ന ബെഡിലേക്ക് നോക്കാനേ വയ്യ. എവിടുന്നൊക്കെയോ ആദിയുടെ ശബ്ദം വന്ന് ചെവിയിൽ പതിക്കുന്ന പോലെ. അവള് വല്ലാത്തൊരു മിസ്സിങ്. സങ്കടം തികട്ടി വന്ന് തൊണ്ടയിലേക്ക് എത്തി. അവിടെ ഒരു പിടുത്തം അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞു വന്നതോടൊപ്പം അറിയാതൊരു ഏങ്ങലും ഉയർന്നു. വേഗത്തിൽ ചെന്ന് ഡോറടച്ച് ബെഡിലേക്ക് ഇരുന്ന് അവൻ ആദ്യം ഉപയോഗിച്ചിരുന്ന പില്ലോ എടുത്ത് മുഖം പൊത്തിപ്പിടിച്ചു. കുറെ നേരമായി പെയ്യാൻ വെമ്പിയുന്ന പേമാരിയെ അതിലേക്ക് ഇറക്കി വിട്ടു. കയ്യിൽ വീഴുന്ന തട്ടുകളറിഞ്ഞ് ആദ്യ കണ്ണുകൾ വലിച്ചു തുറന്നു. അരികിൽ ഉമ്മ നിൽക്കുന്നു. നിസ്കാരമൊന്നുമില്ലേ മോൾക്ക്? ഉറക്കമിടാതെന്ന് മോളി. എന്നാ എണീറ്റോ? പുതപ്പ് മാറ്റി അവൾ എഴുന്നേറ്റിരുന്നു. പിന്നെ മെല്ലെ ബാത്റൂമിലേക്ക് നടന്നു. നിസ്കാരം കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്നപ്പോൾ ഉമ്മയും മാമിയും എന്തോ പറഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ നോട്ടവും മട്ടും കണ്ടപ്പോൾ അത് ഇന്നലത്തെ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു വിളറിയ ചിരി അവളുടെ മുഖത്തും തെളിഞ്ഞു വന്നു. ഉമ്മ ഒരു കപ്പിൽ ചായ എടുത്ത് ആദിയുടെ നേരെ നീട്ടി. ദാ ഇത് കൊണ്ടുപോയി നിന്റെ ഇക്കാക്ക് കൊടുക്ക്. എഴുന്നേറ്റിട്ടുണ്ടാവില്ല, നിസ്കരിച്ചിട്ടും ഉണ്ടാവില്ല. പോയി വിളിച്ചുണർത്തവനെ. ഉമ്മാന്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങിക്കുമ്പോൾ വിളിക്കാൻ ചെന്നാൽ അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതേ ചിന്തയോടെ കിച്ചണിൽ നിന്നിറങ്ങുമ്പോഴാണ് സോന അങ്ങോട്ട് കടന്നു വരുന്നത്. ആദ്യോട് അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അടുക്കളയിലേക്ക് കയറിയപ്പോൾ അവളും കാണുന്നു അവിടെ രണ്ടുപേരും നിന്ന് ഓർത്തോർത്ത് ചിരിക്കുന്നതാണ്. എന്താ രാവിലെ തന്നെ രണ്ടാളും കിട്ടിയത്? സോനയുടെ ചോദ്യം കേട്ട് അവരും ഒരുമിച്ച് തിരിഞ്ഞു. ആ നീയോ? ഇന്നലെ നേരത്തെ കിടന്നല്ലോ, അതാ ഇവിടെ നടന്നെന്ന് അറിയാതെ പോയത്. ആദ്യയും ഫെബിയെ അങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിക്കാതെ അവൾ വേഗം മുറിയിൽ കയറി കഥ കടിച്ചിരുന്നു. എന്തുണ്ടായെന്ന? അവളുടെ മുഖത്ത് ഗൗരവമായിരുന്നു. ആദ്യമോൾ ഇന്നലെ എൻ്റെ കൂടെയാ കിടന്ന്. ഫെബിയുടെ ഉമ്മ ചിരിയോടെ പറയുമ്പോൾ സോനയുടെ ഉള്ളിൽ അലയടിച്ചു വരുന്ന എന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മാമിയുടെ കൂടെയോ? അതെന്തു പറ്റി? ഇന്നലത്തെ സംഭവങ്ങൾ ഓരോന്നും അവർ വിവരിച്ചു. ഉണ്ടാക്കി വെച്ചിരുന്ന ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് അവൾ ആദിയെ ലക്ഷ്യം വെച്ച് ധൃതിയിൽ കിച്ചണിൽ നിന്ന് ഇറങ്ങി. ആദി! സ്റ്റെയർ പകുതി കയറിയിരുന്ന അവൾ സോനയുടെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി. അവൾ അവിടെ നിന്ന് കണ്ടതും സോന വേഗം അവൾക്കരികിലേക്ക് ചെന്നു. ആദി, ഫെബിക്കാക്ക് ഞാൻ ചായ കൊടുത്തോളാം. നീതാ ഇതും കുടിച്ച് സെറ്റിയിലിരുന്നോ? തൻ്റെ കൈയുള്ള ചായ ആദിക്ക് നേരെ നീട്ടിക്കൊണ്ട് സോന പറഞ്ഞു. വേണ്ട, ഇത് ഞാൻ തന്നെ കൊടുത്തോളാം, എനിക്ക് റൂമിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതും പറഞ്ഞ ആദി വീണ്ടും മുകളിലേക്ക് കയറി. സോനയുടെ തെളിഞ്ഞ മുഖം സ്വിച്ചിട്ട പോലെ മങ്ങി. ആദി പോയ വഴിയെ പകയോടെ കുറച്ച് സമയം അവൾ അങ്ങനെ നോക്കി നിന്നു. ശേഷം താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞതും അപ്രതീക്ഷിതമായി തൊട്ടു മുമ്പിൽ റെയ്ഹാൻ നിൽക്കുന്നു. അവൾ ചെറുതായൊന്നും ഞെട്ടി. അതിനേക്കാൾ തനിക്ക് നേരെയുള്ള അവന്റെ തീക്ഷ്ണമായ നോട്ടം താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അവന് മുഖം കൊടുക്കാതെ അവൾ നിന്ന് പരിങ്ങി. മുന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കിടയിലേക്ക് ഒരു കരടായി ചെല്ലരുതെന്ന്. അവന്റെ മനസ്സിൽ ആദ്യമല്ലാതെ മറ്റൊരു പെണ്ണിന് സ്ഥാനമില്ലെന്ന്. എന്നിട്ട് എന്തുദ്ദേശത്തിലാ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അവനരികിലേക്ക് തന്ത്രത്തിൽ കയറി ചെല്ലാൻ ഒരുങ്ങിയത്? ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ എന്തുത്തരം കൊടുക്കുമെന്നറിയാൻ നിന്ന് മിഴിക്കുകയായിരുന്നു സോന. റേഹാൻ, അത് അവൾക്ക് ഫെബിക്കാനെ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ. എന്നാ ആര് പറഞ്ഞു? ആള് പറഞ്ഞതിനോട്? ഇല്ല, അവളല്ല, മാമിയെ പറഞ്ഞ്. ഓരോ ഉഡായിപ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങില്ലേ സോന? നിനക്കൊറേലും ഞാൻ കാണുന്നു. ഇനി ഏതായാലും മനസ്സിലിരിപ്പൊക്കെ മാറ്റി വെച്ചൊന്ന് ഒതുങ്ങിയേക്ക്. ഇല്ലെങ്കിൽ ഇപ്പോൾ ശാന്തമായിട്ട് മുകളിലേക്ക് കയറിപ്പോയവള് ഉഗ്രരൂപം കൊണ്ട് എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് നിന്നെ തലക്കടിച്ച് കൊല്ലും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി അവൻ സൈഡിലേക്ക് മാറിക്കൊടുത്തു. അവന്റെ മുഖത്തേക്ക് ഒരു വട്ടം കൂടി നോക്കി അവൾ പടികളിറങ്ങി താഴോട്ട് പോയി. നിന്റെ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോകുന്നില്ല മോളെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടുകൾ ഒരു വശത്തേക്ക് ചുളിഞ്ഞു. ചെറുഭയത്തോടെ മെല്ലെ ഡോറിന്റെ നോക്കിൽ പിടിച്ച് ആദ്യം താഴേക്ക് ഉലച്ചു. അതോടെ വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ കണ്ട് അവളുടെ അധരങ്ങൾ വിരിഞ്ഞു. വാതിൽ തുറന്ന പോലെ തന്നെ അമർത്തിയടച്ച് മെല്ലെ മെല്ലെ അവനരിയിലേക്ക് നടന്നു. കപ്പ് ടീപ്പോയിലേക്ക് വെച്ച് അവൾ ബെഡിൽ അവനരിയിലായി ചെന്നിരുന്നു. തലയിണയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവനെ കണ്ടിട്ടും മതിയാവാത്ത പോലെ കുറച്ച് സമയം നോക്കിയിരുന്നു. അവന്റെ മുടിയിലൂടെ ഒന്ന് കൈ ഓടിച്ചു മൃദുവായി കവിളിലൊന്ന് മുത്തി. അവനൊന്ന് മുരണ്ടെങ്കിലും വീണ്ടും പഴയപടി കിടന്നുറങ്ങി. ഇക്ക, ഇക്ക, ഫെബിക്ക. തിരിഞ്ഞു മറിഞ്ഞും കളിച്ചവമ്മയിലെ കണ്ണുകൾ തുറന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് പറയാമെന്നോ പാകി നിർത്തി അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. നിസ്കരിക്കണ്ടേ? ആ മുഖത്തെ പരിഭവം കണക്കിലെടുക്കാതെ അവൾ ചോദിച്ചു. അവൾക്ക് മറുപടി കൊടുക്കാതെ എഴുന്നേറ്റ് പോയി ബാത്ത് ടവലും എടുത്ത് അവൻ ഫ്രഷ് ആവാൻ കയറി. അവൻ പിണങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കുറച്ച് സമയം എങ്ങനെ അവനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് ആലോചിച്ചിരുന്നു. പിന്നെ എഴുന്നേറ്റ് വാർഡ്രോബിനടുത്തേക്ക് ചെന്നു. അത് തുറന്ന് സിമ്പിളായിട്ടുള്ള ഒരു പാൻറ്റിനും ടോപ്പിനും വേണ്ടി തിരയാൻ തുടങ്ങി. ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല. കൊണ്ടുവന്ന് അതേപടി കുത്തി നിറച്ചാണെന്ന് കണ്ടാലേ അറിയാം. ഇതൊക്കെ വൃത്തിയാക്കൽ ഇനി എൻ്റെ ഡ്യൂട്ടിയാണല്ലോ. അതോർത്തൊക്കെയും തിരിച്ചു മറിച്ചിട്ട് അവൾ പരിശോധന തുടങ്ങി.
ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും വാൾഡ്രോബിൽ കാര്യമായിട്ടെന്തോ സെർച്ചിങ് നടത്തുന്ന ആദ്യമാണ് അവൻ കാണുന്നത്. പെട്ടെന്നൊരു കുസൃതി തോന്നി. വേഗത്തിൽ ചെന്ന് അവളുടെ പുറകിൽ നിന്നും ബോഡി പെർഫ്യൂമിന്റെ മനം മയക്കുന്ന മണം മൂക്കിലേക്ക് തുളഞ്ഞു കയറിയതും ഒരു ഞെട്ടലോടെ ആദ്യ കണ്ണുകൾ വിടർത്തി വെറുതെ മിഴികൾ ഇരുവശത്തേക്കും പായിച്ചു. തന്റെ തൊട്ടുപിറകിലായി ഫെബി നിൽക്കുന്നു. കുളിച്ചിറങ്ങിയതായതുകൊണ്ട് തന്നെ നടുവിന് മുകളിലേക്ക് നഗ്നമായിരുന്നു. ആ ശരീരത്തിന്റെ ചൂട് സ്വൽപ്പം തന്നിലേക്ക് പടരുന്ന പോലെ തോന്നി അവൾക്ക്. പതിയെ മിഴികളടച്ചനങ്ങാതെ ആസ്വദിച്ചങ്ങനെ നിന്നു. അവളുടെ നിൽപ്പ് അവന് ഹരമായി തോന്നി. ഒരു കൈ കൊണ്ട് വലതു ഭാഗത്തും മറു കൈ കൊണ്ട് ഇടതു ഭാഗത്തും എന്തോ തിരയുന്ന പോലെ കാണിച്ചു കൂട്ടി ഫെബി. ആദ്യമാണെങ്കിൽ ആ കരവലയത്തിനുള്ളിൽ നിന്നൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ പിടയുകയാണ്. താടി രോമങ്ങളുടെ കുത്തിയിടക്ക് മുഖത്തിലും കഴുത്തിലും ഇക്കിളി കൂട്ടുമ്പോൾ ചെറിയ മൂളലുകൾ അവളിൽ നിന്ന് ഉയർന്നു വന്നു. കുറച്ചു സമയം അവളിട്ട് കളിപ്പിച്ച് കയ്യിൽ കിട്ടിയ ഒരു ജോഡി ഡ്രസ്സുമായി അവൻ പിന്മാറി. ആദ്യ ഇടം കണ്ടാൽ അവനെ ഒന്ന് പാളി നോക്കി. ഒരു മൈൻഡുമില്ല. മുഖം നേരത്തെ പോലെ തന്നെ വീർത്തിരിക്കുന്നു. പുറകിൽ കൂടി വന്നതിനെ തൊടുകയും ഉമ്മോക്കുകയും ചെയ്യുന്നതിനൊരു പ്രോബ്ലം ഇല്ല. മിണ്ടാനും മുഖത്തേക്ക് നോക്കാനും പറ്റില്ല. മനസ്സിൽ ഓർക്കുന്നതോടൊപ്പം അവളുടെ മുഖവും വീർത്തു വന്നു. തനിക്ക് നേരെയുള്ള ആ തുറിച്ച് നോട്ടം കാണുന്നുണ്ടായിരുന്നെങ്കിലും കാണാത്ത മട്ടിൽ ടീ കപ്പും എടുത്ത് അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. അവൻ പോയ വഴിയെ നോക്കുക പോലും ചെയ്യാതെ മുഖവും കൂട്ടിക്കൊണ്ടവൾ മറുവശത്തേക്ക് കണ്ണുവെട്ടിച്ചു. കുളിയും കഴിഞ്ഞ് തലയും തോർത്തി ഈറനോട് വരികയായിരുന്നു ആദ്യം. അവളുടെ കണ്ണുകൾ കുറച്ചു മാറി ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ഫെബിയിലായിരുന്നു. കയ്യിലെ ഫയലുകൾ പരിശോധിക്കുന്നിടയിൽ ഒരു വേള ഖാലിദിന്റെ നോട്ടം തെറ്റി മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്ത് തടഞ്ഞു. അവളുടെ ശരീരവടിയും മുഖമഴകും അവനെ വല്ലാതെ ആകർഷിച്ചു. കണ്ണുകൾ പിൻവലിക്കുന്നതിന് പകരം അവൻ ആ സൗന്ദര്യം മത്തിമറന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു. സഹോദരന്റെ ഭാര്യയ്ക്ക് പെങ്ങളുടെ സ്ഥാനം കൊടുക്കണം മനസ്സിൽ. പെട്ടെന്ന് അടുത്തുനിന്ന് ഉയർന്ന ശബ്ദത്തിൽ അവനൊന്ന് ഞെട്ടിക്കുടഞ്ഞു. തലയിരിച്ചു നോക്കിയപ്പോൾ റെയ്ഹാൻ ഒരു മാഗസീനും പിടിച്ച് തനിക്കരികിൽ നിൽക്കുന്നു. അടിമുടി വിറച്ചു കയറുന്നതിനൊപ്പം ഖാലിദ് പല്ലുകളും ഞെരിക്കാൻ തുടങ്ങി. സഹോദരന്റെ ഭാര്യയ്ക്ക് പെങ്ങളുടെ സ്ഥാനം കൊടുക്കണം മനസ്സിൽ. നല്ല ആർട്ടിക്കിളാണല്ലോ, വായിച്ചു നോക്കട്ടെ. ഖാലിദിനെ കണ്ട ഭാവം പോലുമില്ലാതെ മാഗസിൻ നോക്കി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് റെയ്ഹാൻ സെറ്റിയിലേക്ക് ഇരുന്നു. അവന്റെ പെരുമാറ്റത്തിൽ അരിശം പൂണ്ട ഖാലിദ് ശരവേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. റെയ്ഹാന്റെ മുഖത്ത് ശാന്തത മാറി ദേഷ്യം നേളിച്ചു. അവന്റെ നോട്ടം ഖാലിദ് പോയതിന് പുറകെയായി. സെക്കൻഡുകൾക്ക് ശേഷം കയ്യിൽ നിവർത്തി പിടിച്ച ബുക്ക് മുന്നിലെ ടീപ്പോയിലേക്ക് ഇട്ട് അവൻ ആദിയുടെ നേരെ ചെന്ന് അവളുടെ തലക്കിട്ട് 2 മേട്ടം വെച്ച് കൊടുത്തു. പോത്തെ വിളിച്ചുകൊണ്ടവൻ അവളെ നോക്കി കണ്ണുരുട്ടി. എരിവലിച്ച് അവളിൽ നിന്ന് തലൊഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കഴുത്തിലൂടെ ഒരു ഷോൾ എടുത്തിട്ടാണ് തടി നിനക്ക്. നിന്റെ കെട്ടിയോ മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെ ആണുങ്ങളുണ്ട്, ഓർത്താ നല്ല. സ്വല്പം ഗൗരവത്തോടെ പറഞ്ഞ് അവളെ മറികടന്നു പോയി അവൻ. ഒന്നും മനസ്സിലാവാതെ ആദ്യം അവനെയും നോക്കി നിന്നു. ശേഷം തിരികെ ബെഡ്റൂമിലേക്ക് തന്നെ നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് മുറ്റത്തൊരു ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നത്. കയ്യിലെ ബാത്ത് ടവൽ തലയിലൂടെ ചുറ്റിയിട്ട് അവളൊന്ന് എത്തി നോക്കി. നജീബ് അവനെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാൻ ആദ്യം ഒന്ന് പരിങ്ങി. പിന്നെ പെട്ടെന്ന് തോന്നിയ ഐഡിയയിൽ വേഗം കിച്ചണിലേക്ക് ഓടി. ബൈക്ക് ഒതുക്കിയതും മുന്നിൽ ഖാലിദിനെ കണ്ട് സംസാരവുമായി നജീബ് അവനരികിലേക്ക് ചെന്നു. കിച്ചണിൽ വെറുതെ തിരിഞ്ഞു മറിഞ്ഞ് ഓരോന്ന് കയ്യിലെടുത്ത് നോക്കിയും ഉമ്മയോടും മാമിയോടും ഓരോന്ന് ചോദിച്ചും കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. വീണ്ടും അവൾ പുറത്തേക്ക് ഇറങ്ങി. വന്നുവിട്ടതോ തനിക്ക് ഓപ്പോസിറ്റായി നടന്നു വരുന്ന നജീബിന് മുന്നിൽ. കണ്ടപ്പോഴേ അവൾക്ക് എവിടുന്നൊക്കെയോ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവനെ മൈൻഡാക്കാതെ വേഗത്തിൽ സ്റ്റെയർ കയറാൻ ഒരുങ്ങി. ആദി വിളിക്കരുത് അങ്ങനെ. അവൾ പൊട്ടിത്തെറിച്ചു. മുഖത്തെ രക്തച്ചുവപ്പ് തുളുമ്പി വന്നു. ആദി പ്ലീസ്, നീ വിചാരിക്കും പോലെ നല്ല കാര്യങ്ങൾ. താല്പര്യമില്ല, കേൾക്കാൻ കൊട്ടും താല്പര്യമില്ല. അവൾ കാതുകൾ പൊത്തിപ്പിടിച്ചു. ഇനിയും നുണക്കഥകൾ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല നിങ്ങൾ. ചതിയന, കൊടും ചതിയന, അത് മാത്രം എനിക്കറിയാം നന്നായിട്ട്. അവനെ ദയിപ്പിക്കാൻ പാകത്തിന് നോട്ട് നോക്കി അവൾ വേഗത്തിൽ സ്റ്റെയർ കയറി ഓടി മുറിയിലേക്ക്. അതേ സമയത്താണ് ഫെബി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ശരീരങ്ങൾ ശക്തമായി തമ്മിൽ അടിച്ചു. അപ്രതീക്ഷിതമായ ആ കൂട്ടിമുട്ടലിൽ ആദിയുടെ തലയും ഫെബിയുടെ നെഞ്ചു രണ്ടും പൊളിഞ്ഞ് പാളീസായി. പല്ലിളിച്ചുകൊണ്ട് ഇരുവരും കുറച്ചു സമയം ദേഹമൊഴിഞ്ഞു. ഫെബിക്ക് കലിപ്പടക്കാൻ സാധിച്ചില്ല. അവൻ ഒച്ചയെടുത്തു. ഫ്രണ്ട് വന്നിട്ടുണ്ട്, താഴെ ചെന്നോക്ക്. ആള് മുഖം കൂട്ടി. ആര്? നജീബോ? അവന് മറികടന്ന് ആദ്യ റൂമിലേക്ക് കയറി. നജീബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ പുച്ഛം കണ്ട് ചെറുതായി ചിരി വന്നവന്. മുറിയിലേക്ക് എത്തിയതും കയ്യിലെ ടവൽ ബെഡിലേക്ക് എറിഞ്ഞ് ആദ്യം അതിലേക്ക് ഇരുന്നു. കഴിഞ്ഞുപോയ പല കാര്യങ്ങളുടെയും ഓർമ്മകൾ തികട്ടി വന്നു അവൾ അസ്വസ്ഥയാവാൻ തുടങ്ങി. ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് എല്ലാത്തിനെയും ആട്ടിപ്പായിച്ച് മനസ്സ് ശാന്തമാക്കി. ശേഷം ഫോൺ എടുത്ത് ആഷിക്ക് വിളിച്ചു. ബെല്ലടിച്ച് തീർന്നല്ലാതെ ഇപ്രാവശ്യം അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. നേരത്തെ ഒരു തവണ വിളിച്ചു നോക്കിയിരുന്നു, അപ്പോഴും അവൻ എടുത്തില്ല. സങ്കടം വന്ന് അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഈ നേരം വരെ എന്നെ ഒന്ന് വിളിച്ചു നോക്കിയിട്ടില്ല അവൻ. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എല്ലാം പറയാൻ റിൻഷി ഉണ്ടല്ലോ ഇപ്പോ. വരട്ടെ, ഇനി നേരി കണ്ടാലും മിണ്ടാൻ പോലും ഞാൻ. കണ്ണുനീരിനൊപ്പം അവളുടെ മുഖവും വീർത്തു വന്നു. കുറച്ചു സമയം മൂഡ് ഓഫായി അങ്ങനെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് പോയി മുഖം കഴുകി ഫ്രഷായി താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് സന്തോഷം കണ്ട് കണ്ണു തള്ളി. ആഷിയും ഷിയാബിക്കയും
നിനക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഫോൺ എടുക്കായിരുന്നു. അവളെ കണ്ടപാടെ തന്നെ ആഷി പറഞ്ഞു. നേരത്തെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ പിണക്കം മുഴുവൻ മറന്ന് ഓടിച്ചെന്ന അവൾ ഇരു കൈകളോടെ ആഷിയെ വലയം ചെയ്ത് പിടിച്ചു. അവന് അവളെ ഒന്ന് വാരിപ്പുണർന്നു. നീ എന്നെനിക്ക് കൊണ്ടുവന്ന്? അവനിൽ നടന്നു മാറിക്കൊണ്ട് ആദി ചോദിച്ചു. ആഷി വേഗം ചെന്ന് ടേബിളിൽ വെച്ച കവറിലൊന്നിൽ നിന്നും അവളുടെ ഫേവറേറ്റ് ആയ ചോക്ലേറ്റ് ഐസ്ക്രീം പുറത്തേക്ക് എടുത്തു. അവൾ അപ്പോൾ തന്നെ അത് വാങ്ങിച്ച് ഓരോ സ്പൂണുകളായി കോരിയെടുത്ത് വായിലേക്ക് വെച്ച് നുണയാൻ തുടങ്ങി. ആർക്ക് കൊടുത്തില്ലെങ്കിലും സ്വന്തം കിട്ടിയോന്ന് വേണമെന്ന് ചോദിക്കടേ, ശ്യാബ് പറഞ്ഞു. അയാൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിച്ചു തിന്നട്ടെ. അവൾ പിറുവിരുത്തോണ്ട് മുഖം കൂട്ടി. പറഞ്ഞെന്താണെന്ന് വ്യക്തമായി കേട്ടില്ലെങ്കിലും അത് തനിക്കുള്ളൊരു കൊട്ടാണെന്ന് മനസ്സിലായതും ഫെബിയുടെ ചുണ്ടിൽ ചിരി ഊറി വന്നു. ഒറ്റയ്ക്കിരുന്ന് ഐസ്ക്രീം കയറ്റണം, ഇങ്ങോട്ട് താടി. റിയാൻ അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചെടുത്തു. ദുഷ്ട, എന്റെ ഐസ്ക്രീം! മുഖം ചുളിച്ചുകൊണ്ട് അവൾ തലയുയർത്തി നോക്കിയതും മുന്നിൽ കാലിതും നജീബും വീട്ടിലുള്ള ബാക്കി അംഗങ്ങളും നിൽക്കുന്നു. എല്ലാവർക്കുമായി നല്ലൊരു ഇളിയങ്ങ് പാസ്സായി കൊടുത്തു. ചമ്മിയത് മുഖത്ത് വരുത്താതെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് ശ്യാബിന് നേരെ തിരിഞ്ഞു. ചായ എടുക്കാല്ലേ? ഇപ്പോഴെങ്കിലും ചോദിച്ചില്ല എന്ന രീതിയിൽ അവനും തലയനക്കി. ആദ്യ കിച്ചണിലേക്ക് കടന്നു. ആഷി അവളോടൊപ്പം കൂടി. ആ പോക്ക് നോക്കി നിൽക്കുന്ന നജീബിനെ ആരും ശ്രദ്ധിച്ചില്ല. എടി, ഞാനിന്ന് നേരം വിളിപ്പിച്ച എങ്ങനെയാണെന്ന് അറിയോ? എന്തി? നെച്ചുക സാറിന് ഫ്രണ്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞ കഥകളിലെ നായകൻ ഈ നജീബാണെന്ന് ഫിബിക്കാക്കും അറിയില്ല. അറിയാം, നിന്നോട് പറയണ്ട. സാറിന് എല്ലാം അറിയാം. അതേക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു അന്ന് ഷിയാബ്ഖാന്റെ കല്യാണത്തിന് വീട്ടിൽ വന്നപ്പോ. ആണോ? അവൾ ചെറുതായൊന്ന് ഞെട്ടി. വല്ലാത്ത സാധനം തന്നെ. എന്നിട്ട് ഇന്നേവരെ അതേക്കുറിച്ചൊരു വാക്കിനോട് ചോദിച്ചില്ലല്ലോ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ആദിക്ക് രക്തം തിളച്ചു മറിയാൻ തുടങ്ങി. അവളുടെ മുഖഭാവം കണ്ട് സാറിന്റെ കാര്യം പോക്കാണെന്ന് ഓർത്ത് ആഷിയിരുന്ന് കിണിക്കാൻ തുടങ്ങി. ചായ തിളപ്പിച്ച് കപ്പിലേക്ക് പകരുമ്പോഴാണ് അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. വേറെ വിശേഷം കൂടിയുണ്ട്. എന്താ? അത് നിന്നോട് സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ ലവ് മാരേജ് ആയിരുന്നു. അത് 3 വർഷം. അവർക്കിടയിൽ കിടന്ന് ഞാൻ വെറുതെ വിഡ്ഢിയായതാ. അവളുടെ മുഖത്ത് ചെറിയൊരു സങ്കടം തെളിഞ്ഞു വരാതിരുന്നില്ല. ആഷി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കേട്ട വാർത്തയുടെ ഷോക്കിൽ ഇരുന്നിടത്ത് തന്നെ തറഞ്ഞുപോയി. നീ എന്താ ആലോചിക്കുന്നത്? സത്യനോട് നീ പറഞ്ഞ്? അതെ, കല്യാണത്തിന് നെച്ചിക്കാനെ അവൻ്റെ വൈഫിനെയും സ്റ്റേജിലേക്ക് വിളിച്ച് വേപ്പിക്കാൻ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ പറഞ്ഞു ലവ് മാരേജ് ആണെന്നുള്ള കാര്യം. അവർ രണ്ടുപേരും അത് എതിർത്തുമില്ല. മാത്രമല്ല അപ്പോഴത്തെ അവളുടെ മുഖഭാവം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എല്ലാം സത്യമാണെന്ന്. പക്ഷേ അത് ഫെബിക്ക് മനഃപൂർവ്വം ചെയ്താണെന്ന് ഇപ്പോൾ നീ പറഞ്ഞു കേട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ എന്നോട് മറച്ചു വെച്ച പോലെ നജീബ്ഖാന്റെ മുന്നിൽ ഫെബിക്ക് ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും നിന്നിട്ടുണ്ടാവുക. എന്നാലും ഇക്കാന്റെ മനസ്സിൽ ഉദ്ദേശം നടത്തിയിട്ടുണ്ട്. അവൾ പറഞ്ഞുകൊണ്ട് ആഷിയെ നോക്കി. എല്ലാം കേട്ട് അവനങ്ങനെ ഇരുന്നു എന്നല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ വാ. കപ്പുകൾ മുഴുവൻ ട്രെയിലേക്ക് എടുത്തു വെച്ച് അത് കയ്യിലേന്ത് നടക്കാനൊരുങ്ങിയതും അവൾ ആഷിയെ വിളിച്ചു. ചായ കുടിക്കുന്നതോടൊപ്പം ഡൈനിങ്ങിൽ എല്ലാവരും സംസാരത്തിലാണ്. തനിക്ക് പറയാനുള്ള ആദ്യം ഒരിക്കലും കേൾക്കാൻ നിന്നതില്ലെന്ന് മനസ്സിലായതും ഉള്ളിലെ വേദന ആഷിയോടെങ്കിലും പങ്കിടണമെന്ന് തോന്നി നജീബിന്. അവൻ എഴുന്നേറ്റ് ആഷിക്കരിയിലേക്ക് നടന്നു. ആഷി? നജീബ് കുറെ നേരമായി അവനെ തന്നെ നോക്കുന്നത് ആഷി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ നീരസം മറച്ചു പിടിക്കാതെ അവൻ മുഖമേരുത്ത് നോക്കി. എന്തു വേണം? അവന് എനിക്കൊന്നും സംസാരിക്കണ്ടായിരുന്നു നിന്നോട്. എനിക്കൊന്നും കേൾക്കാനില്ലെങ്കിലോ? അങ്ങനെ പറയില്ലടാ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ മനഃപൂർവ്വം പറ്റിച്ചല്ല ആദ്യേ. എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരിക്കലും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു 10 മിനിറ്റ് എന്നോട് പുറത്തേക്കൊന്ന് ഇറങ്ങി വാ. എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്ക് പ്ലീസ്. അപേക്ഷയുടെ അവസാനം നജീബ് അവൻ്റെ കയ്യിൽ പിടിച്ചു. തട്ടിക്കളയാൻ തോന്നിയില്ല ആഷിക്ക്. എഴുന്നേറ്റ് അവനൊപ്പം ചെന്ന് അവന് പറയാനുള്ളത് കേൾക്കാനും സ്നേഹം നടിച്ച് തൻ്റെ ആദ്യം പറ്റിച്ചതിന് അവനോട് 4 വർത്തമാനം പറയാനും. നജീബിനെ കേൾക്കാനെന്നോണം പുറത്തെ ഊഞ്ഞാലിനടുത്ത് ആഷിയും ചെന്ന് നിന്നു. ഞാനെന്തു പറഞ്ഞാലും അതൊന്നും ചെയ്തിട്ട് ന്യായീകരിക്കാനുള്ള കാരണമാവില്ലെന്നറിയാം. എന്നാലും സംഭവിച്ച് വ്യക്തമാക്കണം തോന്നി. മുഖവരിയിട്ടുകൊണ്ട് നജീബ് ആഷിയെ നോക്കി. അവൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും നജീബ് വീണ്ടും തുടർന്നു. നസ്രിയ ആലി ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ മുഖം പരിചിതമായിരുന്നു. പിന്നെ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ജൂനിയറും. ഞാനും ഫെബിയും കാലിത്ത് ഒന്നിച്ചാണെങ്കിൽ അവളും സോനയും ഒന്നിച്ചായിരുന്നു. എന്ന് വെച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നല്ല. ഒരേ ക്ലാസ്സിൽ. കാലിത്ത് പണ്ടേ വേറെ ടൈപ്പ് ക്യാരക്ടറായിരുന്നു. ഞങ്ങളോടൊപ്പാണെങ്കിലും അവൻ്റെ ഒരു ലോകത്തേക്ക് ഒതുങ്ങിക്കൂടും. ഒരു പിടുത്തം തരാത്ത സ്വഭാവം. അതുകൊണ്ട് തന്നെ സോനയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഫെബിയാണതൊക്കെ ചെയ്തു കൊടുക്കാറ്. അവളുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ നസ്രി എന്നെ എപ്പോഴും കാണുമായിരുന്നു. ആ കാഴ്ച അവളുടെ മനസ്സിനെ ഒരു പ്രണയത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു. കാണുമ്പോഴേക്കും ആ മുഖത്തൊരു പുഞ്ചിരി പതിവായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ ഞാനും തിരിച്ചിരിക്കും. അത് പക്ഷേ എൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് എപ്പോഴും കാണുന്ന ഒരാളോടുള്ള പരിചയം കാണിക്കൽ മാത്രം. അതങ്ങനെ തുടർന്നു പോയി. ഡിഗ്രി ഫൈനൽ പഠിക്കുന്ന സമയത്താണ് ഒരു ദിവസം നസ്രി എനിക്കരിയിലേക്ക് വരുന്നത്. സോനയും ഫെബിയും കാലിനും അവരുടെ ഫാമിലി ഫംഗ്ഷൻ നടക്കുന്ന കാരണത്താൽ അന്ന് ലീവായിരുന്നു. ബോറടി മാറ്റാനായി ലാസ്റ്റ് പീരീഡ് കട്ട് ചെയ്ത് ഞാനും കുറച്ച് ഫ്രണ്ട്സും കോളേജിന് ഫ്രണ്ടിലെ തണൽ മരത്തിന് ചോട്ടിലിരിക്കുമ്പോഴാണ് നസ്രിയും ഞങ്ങൾക്കരിയിലേക്ക് വരുന്നത്. കുറച്ചു നേരം വെറുതെ സംസാരിച്ചു. ഞങ്ങളങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന കണ്ട് ഫ്രണ്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടേയും മാറിപ്പോയി.
തനിച്ചായിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നെന്ന് തോന്നുന്നു. സംസാരത്തിൻ്റെ ഇടയിലാണ് അവളുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.